ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം ശനി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തലന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുനാഥനെ കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഈ 11 പേര് യേശുനാഥൻ്റെ അപ്പോസ്തലന്മാർ. അവരുടെ മുമ്പിലേക്ക് ആദ്യം യേശുനാഥൻ ഉയർത്തു എന്നതിൻ്റെ സാക്ഷ്യവുമായി മഗ്ദലന മറിയം വരുന്നുണ്ട്. അവരെ വിശ്വസിക്കുന്നില്ല. അതിനൊരു കാരണം കൂടെയുണ്ട്. ഇസ്രയേലിൻ്റെ ചരിത്രപരമായ രീതി അനുസരിച്ച് അവർ സ്ത്രീകളുടെ സാക്ഷ്യമായി സ്വീകരിക്കാറില്ല. എന്നാൽ അതിനുശേഷം വീണ്ടും 2 അപ്പോസ്തലന്മാർക്ക് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുകയും അവർ എമ്മാവൂസിലേക്ക് പോയവരാണ്. അവർക്ക് പ്രത്യക്ഷപ്പെട്ട യേശുനാഥനെ കുറിച്ച് 11 പേരോട് പറയുമ്പോൾ അവർ വീണ്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനെ 2 പ്രാവശ്യം അവർ യേശുനാഥൻ്റെ ഉത്ഥാനത്തെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ തള്ളിപ്പറയുന്നവരുടെ ഇടയിലേക്ക് യേശുനാഥൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ഉത്ഥാനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അവിടുന്ന് ആദ്യം അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച്. പക്ഷെ കുറ്റപ്പെടുന്നുണ്ടെങ്കിലും അവിടുന്ന് അവരെ തള്ളിക്കളയുന്നില്ല. സ്നേഹപൂർവ്വം ചേർത്തണയ്ക്കുകയും അവരോട് അവിടുന്ന് ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. ഈ ലോകം മുഴുവനും പോയി നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറണം. ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്ന യേശുനാഥൻ്റെ സ്നേഹമാണ്. അവൻ ചില കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. കാരണം അവൻ്റെ സ്നേഹത്തെ അവർ വിശ്വസിക്കാത്തത് മൂലമാണ്. കാരണം ജീവിച്ചിരുന്നപ്പോൾ താൻ ഉയർക്കുമെന്നും ഈ മരണത്തെ താൻ വിജയിക്കുമെന്നും ഒക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലും അവരതൊന്നും ഉൾക്കൊണ്ടില്ല. എന്നാൽ അതൊക്കെ പോകട്ടെ, പിന്നീട് അവൻ ഉയർത്തുവെന്ന് പലരും പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കാനും തയ്യാറാകുന്നില്ല. അപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടാണ് യേശുനാഥൻ ഇവരെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ തള്ളിക്കളയാനുള്ള കുറ്റപ്പെടുത്തലല്ല, ചേർത്ത് നിർത്താനുള്ള കുറ്റപ്പെടുത്തലാണ്. അവരെ ശക്തിപ്പെടുത്തുവാനുള്ള കുറ്റപ്പെടുത്തലാണ്. അവിടുത്തെ സ്നേഹം ഊട്ടി ഉറപ്പിക്കുവാനുള്ള കുറ്റപ്പെടുത്തലുകളാണ്. അപ്പോൾ ഇതേ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലും യേശുനാഥൻ ചിലപ്പോൾ നിരത്തി വെക്കാറുണ്ട്. കാരണം അവിടുത്തെ ഉത്ഥാനത്തെയും അവിടുത്തെ സ്നേഹത്തെയൊക്കെ ചിലപ്പോഴെങ്കിലും നിരസിക്കുന്ന മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം അപ്പോസ്തലന്മാർ യേശുനാഥനെ നിരസിച്ചതിൻ്റെ ഒരു കാരണം അവർ കടന്നുപോയ കഠിനമായ വേദനകളൊക്കെ ആയിരിക്കാം. അവർ വിശ്വസിച്ച യേശുനാഥൻ്റെ മരണവും അവിടുന്ന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ അവരുടെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ഒരിക്കലും യേശുനാഥൻ ഉയർത്തു എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റാതെ വന്നത്. പക്ഷേ നമ്മളോട് യേശുനാഥൻ ചോദിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മളും ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൈവത്തെ ഇതുപോലെ തള്ളിപ്പറഞ്ഞവരാണ്, വിശ്വസിക്കാത്തവരാണ്. ദൈവത്തിൻ്റെ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും വിശ്വാസരാഹിത്യമൊക്കെ സൂക്ഷിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ യേശുനാഥൻ ചിലപ്പോൾ സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്താം. കാരണം ജീവിതത്തിൻ്റെ പല അവസരങ്ങളിൽ അവിടുത്തെ ഇടപെടലുകൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണെന്നാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവിടുത്തെ നമ്മൾ വിട്ടുകളയുകയും ചെയ്യുന്നു. ഈ കുറ്റപ്പെടുത്തലുകൾ തള്ളിക്കളയാനല്ല, അവിടുത്തെ സ്നേഹം കൂടുതൽ ഉറപ്പിക്കാനാണ്. അപ്പോൾ അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന മനുഷ്യരെ നമ്മൾ മാറണമെന്നാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ദൈവം ജീവിക്കുന്നുവെന്നും മനുഷ്യരാശിക്ക് ഒരു ദൈവം ജീവനോടെ സ്നേഹത്തോടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ യേശുനാഥൻ്റെ ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്ന മനുഷ്യരാകാനുള്ള കൃപയും സാന്നിധ്യവും നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.